ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനുശ്രീ വിളിച്ച് അലോകിനോട് നാളെ ഉറപ്പായിട്ട് നിന്നെ കണ്ടേ പറ്റൂ എന്ന് നിർബന്ധം പറയുക. അത് കേൾക്കുമ്പോൾ അലോക് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അനു? അതുകൊണ്ടാണോ നീ ഇങ്ങനെ പറയുന്നത്? അതൊക്കെ നേരിട്ട് സംസാരിക്കുമ്പോൾ പറയാം എന്നും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യണം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ രണ്ടുപേരും കൂടി സ്ഥിരം കാണുന്ന സ്ഥലത്ത് കണ്ടുമുട്ടുകയാണ്. അന്നേരം നമ്മുടെ അനു ആണെങ്കിൽ അലോകിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അലോക് പറയും, മീനു ചേച്ചി നമ്മളെ തമ്മിൽ തെറ്റിക്കാനാ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവർ പറയുന്നത് ഒന്നും സത്യമല്ല. അല്ലെങ്കിൽ തന്നെ എനിക്കങ്ങനെ ഏതെങ്കിലും അമ്പലത്തിൽ കയറിപ്പോയി അവിടുത്തെ മാനേജറെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ നിന്റെ ചേട്ടന്മാർ കരുതിക്കൂട്ടി എന്നോട് പകരം വീട്ടിയതാ. എൻ്റെ തലയിൽ അവർ കുറ്റം കെട്ടിവെച്ചതുവാ. അപ്പോഴത്തേക്കും അനു പറയും, നീ മിണ്ടരുത്. എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? നിന്റെ കണ്ണിൽ നോക്കിയാൽ എനിക്ക് മനസ്സിലാകും നീ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്ന്. എന്നിട്ട് വീണ്ടും വീണ്ടും എന്നെ പറ്റിക്കാൻ നോക്കുന്നോ എന്ന് അനുശ്രീ അലോകിനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അലോകാണെങ്കിൽ മിണ്ടാതെ നിൽക്കുക. ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇവളെ എങ്ങനെയെങ്കിലും വിശ്വസിപ്പിക്കണം എന്ന് ചിന്തിക്കുക. അതേസമയം വീണ്ടും നമ്മുടെ അനു അലോകിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കും, നീ എല്ലാം കരുതിക്കൂട്ടി തന്നെയല്ലേ ചെയ്തത്? നിനക്കൊരു തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ നീ സത്യം എന്നോട് പറയണം. അത് ഉറപ്പാ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ തെറ്റ് നീ എന്നോട് ഇപ്പം തന്നെ തുറന്ന് പറഞ്ഞാൽ ഞാനത് ക്ഷമിക്കും, അല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കില്ല. അല്ല അത് പിന്നെ അനു എന്നും പറഞ്ഞ് അലോക് അപ്പത്തേക്കും തപ്പി തടിവേ. അപ്പം അനു കൈവച്ച് തടിയും. നീയായിട്ട് പറഞ്ഞില്ലെങ്കിലും അറിയാനുള്ളത് ഞാൻ എപ്പോഴാണെങ്കിലും അറിയും. അന്നേരം എനിക്കൊരിക്കലും നിന്നോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സംഭവിച്ചാൽ പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധവും മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും നീ ഇപ്പോൾ എന്നോട് തുറന്നു പറഞ്ഞോ, അതായിരിക്കും നമ്മുടെ ഈ ബന്ധത്തിന് നല്ലത് എന്ന് അനുശ്രീ അലോകിനോട് പറയണേ കേട്ടോ. അത് കേൾക്കുമ്പം അലോക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പതർച്ചയോടെ നിൽക്കുവാണ്. നീ എന്താ ആലോചിച്ച് കൂട്ടുന്നത്? അടുത്ത കള്ളം എന്തെങ്കിലും എന്നോട് പറയാനായിട്ട് ആലോചിക്കുവാണോ? നിനക്ക് എന്തെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള അനുവിൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും അലോകിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പം ആലോക് പറയും, അത് പിന്നെ അനു, എന്താണെന്ന് വെച്ചാൽ ഇപ്പം നീ തുറന്നു പറഞ്ഞോ, പിന്നീട് നിനക്കിങ്ങനെ ഒരു അവസരം ഞാൻ തരത്തില്ല എന്ന് അനുശ്രീ വീണ്ടും പറയാം. അത് കേൾക്കുമ്പം അലോക് പറയും, അത് പിന്നെ മോളെ അനു, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ എന്ന് പറയേ. അത് കേൾക്കുമ്പോഴത്തേക്കും അനുശ്രീക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അലോകിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ കരണ മുഖച്ചൊരു അടി കൊടുക്കുക. എടാ സാമദ്രോഹി, എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയിട്ട് നിനക്ക് അബദ്ധം പറ്റിയതാണെന്നല്ലേ? നമ്മൾ തമ്മിലുള്ള സകല ബന്ധവും ഇവിടെ തീർന്നു. ഇനി അനുശ്രീ എന്നും പറഞ്ഞ് എൻ്റെ പിന്നാലെങ്ങാനും വന്നാൽ എന്നും പറഞ്ഞ് അനു ദേഷ്യപ്പെട്ടുകൊണ്ട് തിരിച്ചു പോവാണ്. അപ്പം അലോകിനാകെ ദേഷ്യം വരികയാണ്. ഒരു വിധത്തിൽ അവളെ ഞാൻ എൻ്റെ വലയിലാക്കിയത്, ഇവളെൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോവാണോ എന്നും പറഞ്ഞ് അവിടെ കണ്ട ഒരു മരത്തിനിട്ട് കൈവച്ച് ഇട്ടിക്കുവാണ് കേട്ടോ, ദേഷ്യം തീർക്കാനായിട്ട്. ഇതേ സമയം ദേവമംഗലത്ത് നമ്മുടെ ഗോമതി അടുക്കളയിൽ ഓരോരോ പണികളൊക്കെ ആയിട്ട് ഇരിക്കുക. അന്നേരം മിത്രയോട് പറയും, ആഹാരം കഴിച്ച് എന്തെങ്കിലും പ്ലേറ്റ് അവിടെ ഇരിപ്പുണ്ടോ മിത്രയെ? ഉണ്ടെങ്കിൽ എടുത്തോണ്ട് ഇങ്ങോട്ടൊന്ന് വരാവോ എന്ന് ചോദിക്കാം. അപ്പോഴാണ് അനുശ്രീ ആണെങ്കിൽ കരഞ്ഞോണ്ട് അടുക്കളയിലേക്ക് വരുന്നത്. എന്നിട്ട് നമ്മുടെ ഗോമതിയെ പിന്നിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുക. എന്താ മോളെ, എന്തിനാ അനുമോളെ നീ ഇങ്ങനെ കരയുന്നത്? നിനക്കിത് എന്തു പറ്റി? നീ എന്താ സംഭവിച്ചത്? എൻ്റെ കുഞ്ഞ് എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുക. എന്നാ മോളെ, എൻ്റെ മക്കൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? കാര്യം പറ, അമ്മയും കൂടി ടെൻഷൻ അടുപ്പിക്കല്ലേ. സോറി അമ്മേ. എന്തിന് മോൾ എന്തിനാ എന്നോട് സോറി പറയുന്നേ? നീ എന്തൊക്കെയാ പറയുന്നേ? അമ്മേ എന്താ മോളെ, നീ എന്താ ചെയ്തത്? നീ എന്തിനാ ക്ഷമയൊക്കെ എന്നോട് ചോദിക്കുന്നേ? കാര്യം പറ മോളെ എന്ന് ചോദിക്കുക. അമ്മേ അത് എന്താ മോളെ അത് അന്നും പറഞ്ഞ് പതറുക. കള്ളസത്യം ചെയ്തത് എന്ന് നമ്മുടെ അനുശ്രീ ഗോമതിയോട് പറയാം. കള്ളസത്യമോ? നീ എന്തൊക്കെയായി പറയുന്നേ? വീണ്ടും ഗോമതിയെ കെട്ടിപ്പിടിച്ച് നമ്മുടെ അനു കരയുവാണേ. ഗോമതിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഒന്നുമില്ല മോളെ, എൻ്റെ മക്കൾ ഇങ്ങനെ കരയല്ലേ. അനുക്കുട്ടി, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ കരയുന്നേ? അമ്മ എന്നോട് ക്ഷമിക്കമ്മേ എന്ന് കരയുന്നതിനിടയിൽ ഇങ്ങനെ പറയുക. ഞാൻ എന്തിനാ എൻ്റെ കുഞ്ഞിനോട് ക്ഷമിക്കുന്നേ? എന്താടാ നീ എന്താ തെറ്റ് ചെയ്തത്? നിനക്ക് എന്താ പറ്റിയത്? ഇങ്ങനെ കരയല്ലേ, നിനക്ക് വല്ല അസുഖവും പിടിക്കും എന്ന് പറഞ്ഞ് ഗോമതി സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും വീണ്ടും അനു കരയുക. അനുക്കുട്ടി, നീ എന്തിനാ കുഞ്ഞെ കരയുന്നത് എന്ന് വീണ്ടും ചോദിക്കുവാണേ. അപ്പം മീനു അങ്ങോട്ട് പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പം അനു കരയുന്നത് നമ്മുടെ മീനും കാണുക. മോളെ സാരമില്ല, നീ ഇങ്ങനെ കരയല്ലേ, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുക. മീനുവിനും സന്തോഷമാവുകയാണ് കേട്ടോ. അനുവിൻ്റെ മനസ്സിലുള്ള കരടൊക്കെ മാറി ഗോമതിയോട് അവൾ പശ്ചാത്താപം കൊണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്നതാണെന്ന് നമ്മുടെ മീനുവിന് മനസ്സിലാകുകയാണ്. അപ്പോൾ മീനു ആണെങ്കിൽ അവർ രണ്ടുപേരും നിൽക്കുന്ന കാണുമ്പം കണ്ണീരോടെ ചിരിച്ചുകൊണ്ട് അത് നോക്കി നിൽക്കുക. അതേസമയം അലോക് ആണെങ്കിൽ കൃഷ്ണമംഗലത്തോട് വളരെയേറെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് കയറി ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ രാജശ്രീ ചോദിക്കും, എടാ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? അച്ഛൻ്റെ കൂടെ ഇന്ന് ബാങ്കിലൊക്കെ ചെല്ലണമെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? അച്ചുവേട്ടൻ്റെ അങ്ങോട്ട് ചെല്ല്. ദേ അമ്മേ, ഇന്ന് എനിക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല. ആവശ്യമില്ലാതെ എന്നോട്
സംസാരിക്കാനും വരണ്ട. എടാ നിനക്കിത് എന്ത് പറ്റി? വളരെ സന്തോഷത്തിലായിരുന്നല്ലോ, ഇപ്പം മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്താ പറ്റിയത്? എൻ്റെ അമ്മ ഒന്നുമില്ല, മനുഷ്യനെ ഒന്ന് സമാധാനത്തോടെ ഇരിക്കാനും സമ്മതിക്കില്ല. അപ്പോഴത്തേക്കും അലോകിൻ്റെ കൈ പിടിച്ച് തടയിട്ടോ രാജശ്രീ. അവിടെ നിൽക്ക്, നീ എങ്ങോട്ടേ പോകുന്നേ? കാര്യം എന്താന്ന് പറ, നീ എന്താ വല്ലാതെ ഇരിക്കുന്നേ? കാര്യം പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാകുള്ളൂ എന്ന് രാജശ്രീ ചോദിക്കുക. എന്ത് പറ്റിയിടാ, എന്താ നിന്റെ പ്രശ്നം എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുക. ഇതെന്താ നിന്റെ കവിളിൽ ഒരു പാട് കിടക്കുന്നത്, ഇത് എന്തു പറ്റിയതാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നമ്മുടെ അനു തല്ലിയ പാടാണേ, ചുമന്ന് കിടക്കുന്നുണ്ടല്ലോ, നിനക്ക് എന്താ പറ്റിയത് എന്ന് വീണ്ടും വീണ്ടും രാജശ്രീ എടുത്തെടുത്ത് ചോദിക്കുക. അപ്പം അലോകിൻ്റെ മനസ്സിലേക്ക് അനു തല്ലിയത് ഓർമ്മ വരികയാണ്. നീ എവിടെയെങ്കിലും വീണോ മോനെ? നിനക്ക് എന്താടാ പറ്റിയേ? നീ കാര്യം പറ, എന്നാലല്ലേ എനിക്ക് മനസ്സിലാകുള്ളൂ. ആരും തല്ലിയതുപോലെ ഉണ്ടല്ലോ എന്ന് വീണ്ടും നോക്കിയിട്ട് രാജശ്രീ പറയാം. ദേ അമ്മേ, വിടുന്നുണ്ടോ? ഒന്നുമില്ല, ആവ ഭിത്തിയിലൊന്ന് തട്ടിയതാ, അതിനാ അമ്മ ഇങ്ങനെ കിടന്ന് ചോദ്യം ചെയ്യുന്നത്, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അലോക് അകത്തേക്ക് കയറി പോവാണ്. അത് ഭിത്തിയിൽ തട്ടിയതൊന്നും അല്ലല്ലോ, ആരോ തല്ലിയ പോലെ ഉണ്ടല്ലോ, ഇവൻ എന്താ സംഭവിച്ചത്? ഇവനോട്ട് എന്നോട് കാര്യം പറയുന്നുമില്ല എന്ന് രാജശ്രീ മനസ്സിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാം. സമയം റൂമിലേക്ക് കയറി ചെല്ലുന്ന ആലോകിന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അനുശ്രീനെ കൊന്നു തിന്നാനുള്ള ദേഷ്യത്തോടു കൂടിയ ആലോക് അകത്തേക്ക് ചെല്ലുന്നത്. നീ എൻ്റെ കവിളത്ത് തല്ലിയല്ലേ അനുശ്രീ, ഇനി എനിക്ക് ശരിക്കും നിന്നോടുള്ള പ്രതികാരം തുടങ്ങുന്നത്. എൻ്റെ കവിളത്ത് അടിച്ച നിന്നെക്കൊണ്ട് തന്നെ എൻ്റെ കവിള് ഞാൻ തലോടിക്കും. ആ നിമിഷത്തിനായി നീ കാത്തിരുന്നോ? നീ ഇനി ഈ കൃഷ്ണമംഗലത്ത് ജീവിച്ചാൽ മതി എൻ്റെ ഭാര്യയായിട്ട്. അതാ ഞാൻ നിന്നോട് ചെയ്യാൻ പോകുന്ന പ്രതികാരം. ആ പ്രതികാരത്തിൽ നീയും നിൻ്റെ വീട്ടുകാരും എരിഞ്ഞമറും. ഈ വീട്ടിൽ കൊണ്ടുവന്ന് നിന്നെ ഞാനിട്ട് നരകിപ്പിക്കൂടി. നീ ആ ദേവമംഗലത്തെ രാജകുമാരിയായിട്ട് വളരുന്നവളല്ലേ? നിന്നെ ഞാൻ ഇവിടെ എൻ്റെ ദാസിയാക്കി എൻ്റെ ദാസിപ്പണി ചെയ്യിപ്പിക്കൂടി. അത് കണ്ട് നിൻ്റെ അച്ഛനും അമ്മയും കൂടപ്പറപ്പുകളും ഒക്കെ നെഞ്ചുപൊട്ടി കരയുന്നത് ഞാൻ നിന്നെ കാണിച്ചു തരും. നോക്കിയിരുന്നു അനുശ്രീ, ഈ ആലോകിൻ്റെ കളി ഇവിടെ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പ്രതിജ്ഞ എടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഉദയഭാനുവാണ് വീട്ടിലാകെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുക. കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, എന്നാലും ആ ബാലൻ ഇമാതിരി ഒരു പണി ഒപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പം ശ്രീകല അങ്ങോട്ട് വരിക. 10 ലക്ഷം രൂപ തിരിച്ചു തരാമെന്ന് ബാലൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ മനുഷ്യ, നിങ്ങളത് കേട്ടോ? എൻ്റെ കണക്കുകൂട്ടൽ എവിടെയോ ചെറുതായിട്ടൊന്ന് പഴച്ചു. 10 ലക്ഷം രൂപയുടെ സ്വർണം ദേവിയുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ, അത് മതി. അത് അവളുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് നമുക്കെന്താ മനുഷ്യ പ്രയോജനം എന്ന് ശ്രീകല ചോദിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. എന്താ ശ്രീകല നീ പറയുന്നത്? ആനന്ദമോനോട് നിങ്ങളൊന്ന് സംസാരിക്കുക. അവൻ ചിലപ്പം മനസ്സിലലിവ് തോന്നി ആ സ്വർണം അവൻ നമുക്കെടുത്ത് തന്നാലോ? അവൻ തരും, നോക്കിയിരുന്നു, അങ്ങ് ചെല്ല് നീ. എനിക്കിട്ടായിരിക്കും അവൻ തരുന്നത്, അത്രേ ഉള്ളൂ. അപ്പം പിന്നെ നമ്മൾ കാശിന് എന്ത് ചെയ്യും എൻ്റെ ഉദയേട്ടാ? അല്ലടി, ബാലൻ കൊടുത്ത സ്വർണം ദേവി ബാങ്ക് ലോക്കറിലേക്കൊന്നും മാറ്റിയിട്ടില്ലല്ലോ. ഇല്ലെന്നാ തോന്നുന്നേ, എന്താ ചോദിക്കാൻ എന്ന് അപ്പം ശ്രീകല ചോദിക്കും. നിങ്ങൾ ആ സ്വർണം മോഷ്ടിക്കാൻ പോവാണോ? വേറെ വഴിയൊന്നും ഇല്ലേ, പിന്നെ എന്ത് ചെയ്യാൻ നോക്കും? മോഷ്ടിക്കുക തന്നെ. അങ്ങ് ചെല്ല്. മുമ്പ് നിങ്ങൾ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് മോഷ്ടിക്കാൻ പോയി ആ കൃഷ്ണമംഗലത്തുകാരുടെ കയ്യിൽ പോയി പെട്ടു. അവരവിടെ പിടിച്ച് കെട്ടിയിട്ട് പെരുമാറിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതൊക്കെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നു പോയോ? വെറുതെ അബദ്ധമൊന്നും കാണിക്കല്ലേ എൻ്റെ മനുഷ്യ. ഒരു നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കുന്നവളായിരിക്കണം ശ്രീകലെ. പക്ഷെ നീ എന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തരുത്. എന്നാൽ ചെല്ല്, നിങ്ങൾ സ്വർണ്ണം എടുക്കാൻ വേണ്ടി മതിൽ ചാട്, എന്നിട്ട് ആനന്ദിന് മുന്നിൽ പോയി തന്നെ പെട്ട്. അതാ വേണ്ടത്. അപ്പം നിങ്ങൾ പഠിക്കും. ഇത്രയും കാലം നിങ്ങളോടുള്ള അവൻ്റെ സകല ദേഷ്യവും അവൻ നിങ്ങളോടങ്ങ് തീർക്കും, എടുത്തിട്ട് കൊടയും. എൻ്റെ മനുഷ്യ, സ്നേഹം കൊണ്ട് ഞാൻ പറയുക, നിങ്ങളുടെ സഞ്ചയനത്തിൻ്റെ ഇഡ്ഡലി സാമ്പാറും എന്നെ കൊണ്ട് വിളമ്പിക്കരുത്. എനിക്കതുകൂടി താങ്ങാനുള്ള ശേഷിയില്ല. ശ്രീകലെ, നീ എന്താ ഈ പറയുന്നേ? ദേ മനുഷ്യ, സ്വർണ്ണം എടുക്കാൻ ദേവമംഗലത്തിൻ്റെ മതിൽ നിങ്ങൾ ചാടിയാൽ ഈ വീട്ടിൽ ഒരു നീല ടാർപ്പറ്റ് കെട്ടേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോ, അതാ നമുക്ക് നല്ലത്. എൻ്റെ ബുദ്ധി ഒന്നും അങ്ങ് ശരിക്കും അങ്ങ് വർക്ക് ചെയ്യുന്നില്ലല്ലോ, ആകെ ഒരു തലയ്ക്കകത്ത് മന്തിപ്പ് എന്ന് ഉദയഭാനു തലയെ പിടിച്ച് കുടഞ്ഞുകൊണ്ട് പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീകല ചോദിക്കും, അല്ല ആ കുറച്ച് ദിവസം മുമ്പ് ആ സുഗിനയുടെ കയ്യിൽ നിന്ന് പൈസ ഒപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തോ ഒരു പ്ലാനിങ് നടത്തിയില്ലേ? ആ പ്ലാൻ അങ്ങ് നടപ്പാക്കിയാൽ എന്താ നിങ്ങൾക്ക്? ശരിയാണല്ലോ, അവളുടെ കാര്യം ഞാനങ്ങ് മറന്നേ പോയായിരുന്നു. സുകന്യമോളെ, നിനക്കൊരു നൈസ് പണി വരുന്നുണ്ട്. ഈ ഉദയഭാനു സാറ് നിന്നെ ഒന്ന് സഹായിക്കാൻ വരുക എൻ്റെ സുകന്യമോളെ എന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ മിത്രയുടെ കയ്യിലൊരു ലെറ്റർ കിട്ടുവാണേ, പോസ്റ്റ്മാൻ കൊണ്ട് കൊടുത്തതാണ്. അപ്പം അവളത് വളരെ സന്തോഷത്തോടു കൂടി തുറന്ന് നോക്കുക, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വളരെ ആകാംക്ഷയോടു കൂടിയാണ് കേട്ടോ മിത്ര അതെടുത്ത് വായിച്ചു നോക്കുന്നത്.
അത് മറ്റൊന്നുമല്ല, മിത്രയ്ക്ക് ഫിസിക്കൽ ടെസ്റ്റിനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ സന്തോഷമായി മിത്രയ്ക്ക്. അവളിത് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പം അത് കിട്ടിയപ്പം മിത്രയ്ക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പം തന്നെ ആര്യനെ വിളിക്കുകയാണേ. മിത്രയുടെ കോൾ കാണുമ്പോൾ തന്നെ ആര്യം എടുക്കുകയാണ്. ഹലോ, പറയടോ, എന്താ കാര്യം? എന്താ ശബ്ദത്തിലൊക്കെ ഒരു സന്തോഷം ഉണ്ടല്ലോ? അതെ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്താണാവോ? ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടി. ശരിക്കും? അത് പൊളിച്ചല്ലോ എന്നപ്പോൾ ആര്യം പറയാം. എന്നാ ടെസ്റ്റ് എന്ന് ചോദിക്കും. അത് അടുത്ത മാസമാണ്. അടുത്ത മാസമോ? അയ്യോ, അപ്പോൾ ഇനി അധിക സമയമൊന്നും നമ്മുടെ മുന്നിലില്ലല്ലോടോ. അതൊന്നും സാരമില്ലെന്നേ. പ്രാക്ടീസ് മുടങ്ങാതിരുന്നാൽ മതിയല്ലോ. നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ ആര്യ. ഇന്നത്തെ ഡെലിവറി കഴിഞ്ഞോ നിൻ്റെ എന്ന് അപ്പോൾ ആര്യനോട് ചോദിക്കും. ഇവിടുത്തെ ഡെലിവറി കഴിഞ്ഞു. ഇനിയിപ്പം എനിക്ക് 1-2 ഡെലിവറി കൂടി ഉണ്ട് എന്ന് ആര്യൻ പറയൂ കേട്ടോ. അതെ, ആര്യൻ ഇന്ന് കുറച്ച് നേരത്തെ വരുമോ എന്ന് മിത്ര ചോദിക്കുകയാണ്. എന്തു പറ്റി? എന്തെങ്കിലും കാര്യമുണ്ടോ? തനിക്ക് എവിടെയെങ്കിലും പോകണോ? എവിടെയും പോകാനൊന്നുമില്ല. പിന്നെ എന്തിനാ ഞാൻ നേരത്തെ വരുന്നതെടോ എന്ന് ചോദിക്കുക. ഓ, എൻ്റെ പൊന്നാര്യ, എനിക്ക് തന്നെ കാണണമെന്ന് തോന്നുന്നു എന്ന് മനസ്സിലിങ്ങനെ മിത്ര പറയുക. ഹലോ മിത്ര, ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ? അത് പിന്നെ ഇന്നിന് 2 ഡെലിവറിയും കൂടി ഉണ്ടെന്നല്ലേ ആര്യ പറഞ്ഞത്? ആ അതെ, എന്നാലേ അതൊക്കെ കഴിഞ്ഞേ പതുക്കെ വന്നാൽ മതി പോരെ എന്നും പറഞ്ഞ് മിത്ര ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. മിത്ര ചിരിക്കുകയാണ്. എനിക്ക് ആര്യനെ കാണാൻ തോന്നുവാണല്ലോ എന്നൊക്കെ മിത്ര ഇങ്ങനെ മനസ്സിൽ പറയാം. എങ്കിലും ഇത് കിട്ടിയല്ലോ. എൻ്റെ ആര്യൻ്റെ സഹായമില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് നടക്കില്ലായിരുന്നു. ഈ ആര്യൻ എന്തൊരു മണ്ടനാ. ഞാൻ ഇത്ര സ്നേഹത്തോടെ പറഞ്ഞിട്ട് പോലും അവന് മനസ്സിലായില്ലല്ലോ എന്ന് പറയാം. ഇതേ സമയം നമ്മുടെ മിത്രയാണെങ്കിൽ മീനു ചേച്ചി അന്വേഷിച്ച് ചെല്ലുക മീനുവിൻ്റെ റൂമിലേക്ക്. ആ മിത്രേ, എന്താ മിത്രേ, നീ വളരെ സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കുക. ചേച്ചി ഇപ്പോൾ ഫ്രീ ആണോ? ഫ്രീയാ. എന്താ കാര്യം? എന്നാൽ ഞാനേ ചേച്ചിയോട് മാത്രമായിട്ടൊരു കാര്യം പറയാൻ വന്നതാ. പറഞ്ഞോ, എന്താ കാര്യം? ഏടത്തിയോടും അപ്പച്ചോടും ഒന്നും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്കിളിനോടും പറയില്ല. മീനു ചേച്ചിയോടല്ലാതെ മറ്റാരോടും തൽക്കാലം ഇത് പറയുന്നില്ല എന്ന് മിത്ര പറയാം. എൻ്റെ മോളെ, സസ്പെൻസ് ഇടാതെ നീ കാര്യം പറ. അതെ, ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. എനിക്ക് ഫിസിക്കൽ ടെസ്റ്റിന് ഡേറ്റ് വന്നു. ആണോ? അത് നല്ലൊരു വാർത്തയാണല്ലോ. എന്നാ ഫിസിക്കൽ ടെസ്റ്റ്? അടുത്ത മാസമാണ്. ദേ, കുറച്ച് മുന്നേ അതിൻ്റെ പേപ്പർ കൊണ്ട് പോസ്റ്റ്മാൻ തന്നത്. ആര്യനെ ഞാനിപ്പോൾ വിളിച്ചതേ ഉള്ളൂ. നീയേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണേ, പ്രാക്ടീസ് മുടക്കരുത് എന്ന് മീനു പറയാം. ഇപ്പം പകൽ മാത്രമല്ലേ പ്രാക്ടീസ് ഉള്ളൂ, ഈവനിങ് കൂടി പ്രാക്ടീസ് ചെയ്യണം. ചേച്ചി, 1 മാസം ദാ എന്ന് പറഞ്ഞ പോലെ അങ്ങ് പോകും. ഇനിയിപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രൈവറ്റായിട്ട് കോച്ചിങ്ങിനൊക്കെ പോയിട്ട് വരുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അവരുടെയൊക്കെ കൂടെ ഞാൻ പിടിച്ച് നിൽക്കണ്ടേ ചേച്ചി. അതുകൊണ്ട് ഈവനിങ് കൂടി ഇനി പ്രാക്ടീസ് തുടങ്ങണം. അതൊക്കെ നിനക്ക് പറ്റും. ഫിസിക്കൽ ടെസ്റ്റിൽ നീ ഈസി ആയിട്ട് പാസ്സാകും എന്ന് മീനു പറയും. എൻ്റെ ചേച്ചി, ഫിസിക്കൽ ടെസ്റ്റ് അത്ര ഈസിയൊന്നും അല്ല. മീനു ചേച്ചിക്ക് അറിയോ, പ്രൈവറ്റായിട്ട് സ്പെഷ്യൽ കോച്ചിങ് ഇങ്ങനെയൊക്കെ പോയിട്ട് വരുന്ന ഒരുപാട് കുട്ടികളുണ്ടാകും. അവരുടെ കൂടെയാണ് ഞാൻ നിൽക്കേണ്ടത്. ഉണ്ടായിക്കോട്ടെ എന്ന് മീനു പറയും. അവർക്കൊക്കെ സ്പെഷ്യൽ ട്രെയിനറും ഉണ്ടാവും എന്ന് മിത്ര പറയും. നിനക്കും ഉണ്ടല്ലോ ഒരു സ്പെഷ്യൽ ട്രെയിനർ. പിന്നെ എന്താ നിനക്ക് കുഴപ്പം? നിന്റെ ആര്യൻ നിനക്ക് സ്പെഷ്യൽ ട്രെയിനർ അല്ലേ എന്ന് ചോദിക്കും. ഒന്ന് പോ ചേച്ചി, ആര്യൻ നിന്റെ കൂടെ നിൽക്കുമ്പോഴേ നീ ഒരിടത്തും തോൽക്കില്ല മോളെ എന്ന് മീനു മിത്രയോട് പറയാണ് കേട്ടോ. എന്താ, വിശ്വാസമില്ലേ? അപ്പം മിത്ര ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് കാണുമ്പം മീനു ചോദിക്കും, എന്താ ഈ ആര്യനുണ്ടല്ലോ ചില സമയത്തൊക്കെ ഉണ്ടല്ലോ ഒന്നും അറിയാത്ത പോരെയാ. ആന്നേ, ഇപ്പം തന്നെ എനിക്ക് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ പേപ്പർ വന്നപ്പം പെട്ടെന്ന് ആര്യനൊന്ന് അടുത്ത് വേണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ആര്യൻ അതൊന്നും മനസ്സിലായില്ല എന്ന് മിത്ര പറയാം. അത് കേൾക്കുമ്പോൾ മീനു ചിരിക്കും. സാരമില്ല, ആര്യൻ വൈകിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്നതെന്നൊക്കെ എനിക്ക് അറിയാം. എന്നാലും ഈ ഒരു വാർത്ത കേട്ടപ്പം ഇത്രയും നല്ല മൊമെൻറ്റ്സിലൊക്കെ ആര്യൻ എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യും. ആര്യൻ എൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് തോന്നും എന്ന് മിത്ര പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മീനുവിനാണെങ്കിൽ സന്തോഷം വരിക. അവർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ. ഇതേ സമയം വീട്ടിൽ വന്നു കഴിയുമ്പം നമ്മുടെ ആര്യനാണെങ്കിൽ വീണ്ടും എടുത്ത് മിത്രയുടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ആ പേപ്പർ എടുത്ത് നോക്കുക. എടോ, 1 മാസമേ ഉള്ളൂ ഇനി കറക്റ്റ് ഫിസിക്കൽ ടെസ്റ്റിന്. തനിക്ക് 1 മാസം കൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? അതൊന്നും കുഴപ്പമില്ല. നമ്മൾ എല്ലാ ദിവസവും റണ്ണിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. വേണമെങ്കിൽ ഈവനിങ് കൂടി പ്രാക്ടീസ് ചെയ്യാം. അതുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് 2-3 മാസം എങ്കിലും ടൈം കിട്ടുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഈ 1 മാസം കൊണ്ട് റണ്ണിങ് പ്രാക്ടീസ് മാത്രം ചെയ്താൽ താൻ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവില്ല. പിന്നെ ഇപ്പം എന്താ ചെയ്യുക ആര്യ? വേറെയും ട്രെയിനിങ് എടുക്കണം. വേറെയും ട്രെയിനിങ്ങോ? അതെങ്ങനെ എന്ന് അപ്പം മിത്ര വീണ്ടും ചോദിക്കുക. ഞാനതിനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്തു വഴി? കഴിഞ്ഞ ദിവസം ലോഡും കൊണ്ട് പോയപ്പം ഞാനൊരു
ഞാനൊരു അക്കാദമി കണ്ടു. അക്കാദമിയോ? എന്ത് അക്കാദമി എന്നപ്പം മിത്ര ചോദിക്കേ. അത് ഈ പോലീസ് സെലക്ഷനൊക്കെ കിട്ടിയ ആൾക്കാർക്ക് ഫിസിക്കൽ ടെസ്റ്റിനുള്ള ട്രെയിനിങ് കൊടുക്കുന്ന അക്കാദമിയാ. അവിടെ ഇപ്പോൾ എന്ത് ചെയ്യാനാ? എടോ തന്നെ ഞാൻ അവിടെ കൊണ്ട് ചേർക്കാം. ഒരു മുൻ DJP നടത്തുന്ന അക്കാദമിയാ. അവിടെ ട്രെയിൻ ചെയ്യുന്ന എല്ലാവർക്കും സെലക്ഷൻ കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് ഈ പോലീസ് ജോലിയുടെ എല്ലാ പ്രൊസീജിയറും ഒക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. താൻ അവിടെ പോയി ഒരു മാസം നന്നായിട്ട് ട്രെയിൻ ചെയ്യുക. അപ്പം തനിക്ക് ഉറപ്പായിട്ടും പാസ്സാകാൻ പറ്റും എന്ന് പറയാണ്. അപ്പോഴത്തേക്കും മിത്ര പറയും, അതൊരു പ്രൈവറ്റ് അക്കാദമി അല്ലേ ആര്യ? അതെ, അവിടെ ഒരുപാട് ഫീസൊക്കെ ആവിയല്ലേ. പൈസ കൊടുത്തുള്ള ഒരു പരിപാടിക്കും ഞാനില്ല എന്ന് പറയാം. താൻ അങ്ങനെ ചിന്തിക്കല്ലേ. നമ്മുടെ മുന്നിൽ സമയമില്ല. നമ്മൾ ഈ നടത്തുന്ന റണ്ണിങ് പ്രാക്ടീസ് കൊണ്ട് ഒന്നും ആകാനും പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോയി പഠിക്കുന്നത് തന്നെയാണോ നല്ലത്? വേണ്ട ആര്യ, അതിന് ഒരുപാട് കാശാകും. ഇപ്പം തന്നെ തനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഭൂരിഭാഗം കാശും എനിക്ക് വേണ്ടിയാണ് ചിലവാക്കുന്നത്. ഇനിയും തനിക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവുമല്ലേ ഉള്ളൂ എന്ന് മിത്ര ചോദിക്കാം. അപ്പോൾ ആരും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണേ. താൻ എനിക്കൊരു ബുദ്ധിമുട്ടാണോടോ അങ്ങനെ ചോദിക്കാം. എന്നിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.